ഈ പേര് ഒന്ന് ബീപ്പ് ചെയ്യണം. യെസ്. ഈ പേരെന്താന്ന് പുറത്തോട്ട് ആ യെസ്. ഇതാകത്തില്ല. അതിനകത്ത് സെക്കൻഡ് വൺ കിടക്കുന്ന ഗ്രൂപ്പ് ഉണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്യോ? ഓക്കെ. ഇവരിപ്പോൾ ഡയറക്റ്റ്ലി വിളിച്ച് നോക്കിയാൽ എവിടോട്ടാണ് അത് അൾട്ടിമേറ്റ്ലി എത്തുന്നതെന്ന് അറിയോ? ഈ മസാജ് സെൻറ്റേഴ്സ് പോലത്തെ സ്ഥലമില്ലേ, അവിടെ വെച്ചിട്ടൊക്കെ മീറ്റപ്പ് ഒക്കെ ഇതാക്കി നടത്തുന്നത്. ഒരു 1000 പേരുടെയോ 106 പേരുടെയോ ഒക്കെ നമ്മൾ ഇതിനകത്ത് കാണുന്നുള്ളൂ. എത്രയോ ആയിരക്കണക്കിനുള്ളത് ഇനിയുണ്ട്. ഫോണോഗ്രാഫി എന്നുള്ള രീതിയിലാണ് പോകുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ മാസ് റിപ്പോർട്ട് ചെയ്തൊക്കെ നമുക്കും പൊട്ടിക്കാനുള്ള സ്ട്രെങ്ത് ഒക്കെ ഉണ്ട്. ഫാൻസിനെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സ്ക്ലൂസീവ് ഫോട്ടോസ് മാത്രമല്ല, ക്യാമറ ആംഗിളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ്. അത്രയും മോശമായിട്ടുള്ള രീതിയിൽ ഒരു ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴത്തേക്കും അതെങ്ങനെയാണ് സർക്കുലേറ്റ് ചെയ്യപ്പെടാൻ പോകുന്നതെന്ന് നല്ലോണം അറിയാം. സ്ത്രീകളെ അങ്ങനെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നു, അല്ലെ കൺസ്യൂമർ ആരെയും ന്യായീകരിക്കോ അല്ലെങ്കിൽ ഇന്ന കാര്യം കൊണ്ട് ഇന്നൊന്നും പറയുമല്ല. ബട്ട് വാട്ട് ദേ ആർ ഡൂയിങ് ഈസ് എക്സ്ട്രീംലി റോങ്. ഇത് കണ്ട് വഴി തെറ്റുന്നത് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ്. ഒരു ഒറ്റ തവണത്തേക്കെന്നുള്ളത് പൈസയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നവരുണ്ട്. പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ലൈക്ക് ഫിനാൻഷ്യലി കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരും ചെയ്യും, തീരെ ഇല്ലാത്തവരും ചെയ്യും. ലീവ് ദോസ് 2 പീപ്പിൾ ഹു വെർ ദെയർ ഇൻ ദ ഷോ. അവരെ അങ്ങ് മാറ്റി നിർത്തിയാൽ പോലും ഇത് കമ്മ്യൂണിറ്റിയിലുള്ള എത്രയോ ആൾക്കാർ ഷോയ്ക്ക് ശേഷമാണെങ്കിലും രഞ്ജുമാൻ്റെ ഇഷ്യൂ നടക്കുമ്പോഴത്തേക്കും ഹേദി സാദി അങ്ങനെയുള്ള ആൾക്കാർ പോലും ഈ സബ് കാറ്റഗറീസ് വരുന്ന എല്ലാവരെയും കമ്മ്യൂണിറ്റിക്ക് ഉള്ളിൽ തന്നെ ഉള്ളവർക്ക് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ഡയറക്റ്റ്ലി പറയുന്നുണ്ട്. ഫാന്റസിയുടെ പുറത്തായിരിക്കാം, ഒരാളുമായിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഒരു ആത്മബന്ധത്തിന്റെ പുറത്തായിരിക്കാം, ചിലർക്ക് കല്യാണം കഴിച്ചിട്ട് ജീവിക്കാനുള്ള ഒരു ആഗ്രഹം ഇല്ലായ്മയുള്ള അതിന്റെ പുറത്തായിരിക്കാം. ശോഭയ്ക്കുള്ള പ്രശ്നം എന്താന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. ആ 2 ജോലിയെയും അതിന് കൊടുക്കേണ്ട ബഹുമാനം എന്താന്ന് ആസ് എ പേഴ്സൺ എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മാന്യതയുണ്ട്. എന്നെ ശോഭയ്ക്ക് തീരെ അറിയത്തില്ല. ഇനി എന്തെങ്കിലും ചെയ്താൽ, ഇനി അടുത്തൊരു സ്റ്റെപ്പ് കൂടെ ശോഭ വെച്ചാൽ 10 ഇരട്ടിയിൽ എൻ്റെ കയ്യിൽ നിന്നുള്ളത് ഉണ്ടാവും എന്നുള്ളത് ഞാൻ അഷ്യൂർ ചെയ്യുവാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അൾട്ടിമേറ്റമായിട്ട് മെസ്സേജ് ഇട്ടു. ഇപ്പോൾ ഈഗിൾ ഗെയിമിംഗ് എന്ന് പറഞ്ഞൊരു ഗെയിമറുണ്ട് കേരളത്തിൽ. അദ്ദേഹം വളരെ പോപ്പുലറാണ് അദ്ദേഹത്തിൻ്റെ ഫീൽഡിൽ. അപ്പോൾ അദ്ദേഹം ഇതുപോലെ ഒരു സീരിയസ് കൺസേൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ ആളുകൾ സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ സ്ത്രീകളെ പല രീതിയിൽ അവരുമായിട്ട് സെക്ഷൽ ബന്ധം പുലർത്തുന്നതിനെ പറ്റിയിട്ടൊക്കെ. ആ ഗ്രൂപ്പിൻ്റെ പേര് അമ്മ എന്നാണ്. അപ്പോൾ ആ വിധത്തിലുള്ള സംസാരങ്ങൾ അത്രയധികം വിചിത്രമായിട്ടുള്ള, അത്രയധികം നമുക്ക് കേട്ടാൽ സഹിക്കാത്ത പൈശാചികമായിട്ടുള്ള രീതിയിൽ സെക്സിനെ അത്രയും വൈകൃതത്തോടുകൂടി സമീപിക്കുന്ന ആളുകൾ ഉള്ള 1000 ആളുകളുള്ള ഒരു ഗ്രൂപ്പ്. അതിൽ വേദലക്ഷ്മി ഉണ്ടായിരുന്നോ? ആ ഗ്രൂപ്പിൽ ഞാൻ ഇല്ലായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ കണക്ക് കുറച്ചു നേരം സംസാരിച്ചിരിക്കാന്നുള്ളൊരു ആപ്ലിക്കേഷൻ, ആ ആപ്ലിക്കേഷനിൽ സംസാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ലൈക്ക് എത്ര ഡ്യൂറേഷൻ പോകുന്നോ അതനുസരിച്ചാണല്ലോ പേയ്മെന്റ് വരുന്നത്. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് പറയുന്ന എല്ലാം കേട്ടോണ്ടിരിക്കാന്നുള്ളൊരു അത്ര ഒരു അവസ്ഥ പൈസയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും ചെയ്യുന്ന ആ ഒരു സ്ത്രീ ഇരുന്ന് കേട്ടോണ്ടിരിക്കുന്നതിന്റെ ഒരു അവസ്ഥയുണ്ടല്ലോ. അതുപോലത്തെ വേറൊരു വീഡിയോ കണ്ടിരുന്നു. അതിനകത്ത് അവരുടെ കുട്ടികളെ ഉൾപ്പെടെയാണ് പറയുന്നത്. ആ കേട്ടോണ്ടിരിക്കുന്ന സ്ത്രീയുടെ കുട്ടികളെ ഉൾപ്പെടെയാണ് പറയുന്നത്. പക്ഷേ ആ ഫോൺ അവർ കട്ട് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ സാധാരണ പോലത്തെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ നടക്കുന്ന ഒരു കാര്യം ഞാൻ ഫോണിൽ തന്നെ കാണിച്ചു തരാം. അതിനകത്ത് എന്തൊരു എത്ര പേരായിരുന്നു പറഞ്ഞേ? 1000 പേരുള്ള ഗ്രൂപ്പ്. ഞാൻ ഒരു ഗ്രൂപ്പ് കാണിച്ചു തരാം. ഓക്കെ, ഈ പേര് ഒന്ന് ബീപ്പ് ചെയ്യണം. ഈ പേരെന്താന്ന് പുറത്തോട്ട് ഇതാകത്തില്ല. അതിനകത്ത് സെക്കൻഡ് വൺ കിടക്കുന്ന ഗ്രൂപ്പ് ഉണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്യോ? ഓക്കെ. അതിലകത്ത് ഓരോരുത്തരുടെയും ഫോട്ടോയും സ്ഥലവും ഉൾപ്പെടെ ആ സ്ഥലപ്പേര് മാത്രം ഒന്ന് വായിക്കാവോ? തൃശ്ശൂർ അമല റോഡ്. തൃശ്ശൂർ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓരോ സ്ഥലവും ജസ്റ്റ് ഒന്ന്. മലപ്പുറം, എറണാകുളം, തൃശ്ശൂർ, കണ്ണൂർ, എറണാകുളം. ഇനി അതിന്റെ മേളിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കി. ആ ഗ്രൂപ്പ് 106 മെമ്പേഴ്സ്. ഇത് റിയൽ ആയിട്ട് പോയിട്ട് നേരിട്ട് കാണുന്ന അത്രയും രീതിയിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ, വേറൊന്നും പറയാനില്ല, അത് തന്നെ നടത്തുന്ന ആൾക്കാരുടെ ഫോട്ടോസ് ഒന്നും ബ്ലർ ചെയ്തിട്ടില്ല. എല്ലാവരുടെയും ഫേസ്, സ്ഥലം. ഇവരിപ്പോൾ ഡയറക്റ്റ്ലി വിളിച്ച് നോക്കിയാൽ എവിടോട്ടാണ് അത് അൾട്ടിമേറ്റ്ലി എത്തുന്നതെന്ന് അറിയോ? ഈ മസാജ് സെൻറ്റേഴ്സ് പോലത്തെ സ്ഥലമില്ലേ, അവിടെ വെച്ചിട്ടൊക്കെ മീറ്റപ്പ് ഒക്കെ ഇതാക്കി നടത്തുന്നത്. കേരളത്തിനുള്ളിൽ നടക്കുന്ന കാര്യമാണ് പറയുന്നത്. ഈ 106 പേരെന്ന് പറഞ്ഞാൽ അതുപോലെ പ്രൈം മെമ്പേഴ്സ് ആയിട്ടുള്ളവർക്ക്, അവർക്ക് പൈസ സ്പെൻഡ് ചെയ്യാനും കുഴപ്പമില്ലാത്ത, ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും മടിക്കാത്ത ആൾക്കാർ പോലത്തെ ഉള്ളവരാണ് ഇതിനകത്തുള്ള 106 പേര്. ഒരു 1000 പേരുടെയോ 106 പേരുടെയോ ഒക്കെ നമ്മൾ ഇതിനകത്ത് കാണുന്നുള്ളൂ. എത്രയോ ആയിരക്കണക്കിനുള്ളത് ഇനിയുണ്ട്, നമ്മൾ അറിയാത്ത എത്രയോ ഉണ്ട്. ഇതിനെങ്ങനെ, ഇതിനെന്താ നിയമം നടപടി, അല്ലെങ്കിൽ ഇതിനെന്താ ഒരു അവസാനം, ഇതിനെന്താ ഒരു എൻഡ്? ഇപ്പം നോർമലി ഉള്ള ആൾക്കാർക്ക് ഇത് ചെയ്യുന്നതിന് പരിധിയുണ്ട്.
ട്രാക്ക് ഡൗൺ ചെയ്യുന്ന ഇപ്പം ഒരാൾ എത്ര വലിയ ഹാക്കർ ആണെന്ന് പറഞ്ഞാൽ പോലും, പക്ഷേ സിസ്റ്റത്തിലുള്ളവർ, പോലീസ് ഫോഴ്സോ അങ്ങനെയുള്ളവരോ സൈബർ സെല്ലിൽ എത്ര പരാതി കൊടുക്കുന്നുണ്ടെന്ന് ഒരു ദിവസം. പരാതികൾ ഇഷ്ടം പോലെ ചെല്ലുന്നുണ്ട്, അവർക്കും ചെയ്യുന്നതിന് പരിധിയില്ലേ. പക്ഷെ ട്രാക്ക് ഡൗൺ ചെയ്ത് ഇതാക്കണം എന്ന് വിചാരിച്ചാൽ ലൈക്ക് വേറെ എത്രയോ കാര്യത്തിന് ടൈം കളയുന്നിടത്ത് ഇതിനകത്തോട്ട് ചെയ്യേണ്ട സമയവും കാലവും എല്ലാം അതിക്രമിച്ചിരിക്കുക. എന്തെങ്കിലും ചെയ്യണം, ഉടനെ ചെയ്യണം. ദേ ക്യാൻ ഓൾസോ. ഒന്നും അല്ലാത്ത എനിക്ക് ഇത്രയും ചെയ്യാമെങ്കിൽ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അവരുടെ കയ്യിൽ അതിനുള്ള പവർ ഉണ്ട്, അതിനുള്ള സിസ്റ്റം ഉണ്ട്, എല്ലാം ഉണ്ട്. വേദലക്ഷ്മി, പക്ഷേ ഇപ്പം നമ്മൾ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ തുറന്നു പറയുന്നു. വേദലക്ഷ്മി ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആണെന്ന് മനസ്സിലാവുന്നു. ഇനിയപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ദുഷ്കരമാവുകയല്ലേ ചെയ്യുക? ഇനി ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ അടുത്ത ലെവലുകളിലൊക്കെ ചെയ്യാൻ വേണ്ടി വേദലക്ഷ്മി കുറച്ചുകൂടി പണിപ്പെടുകയല്ലേ ചെയ്യേണ്ടി വരിക? കാരണം ഇത് പുറത്തറിഞ്ഞിരിക്കുന്നു, ഇങ്ങനെ ഒരാൾ ഇതിന് വേണ്ടി അല്ലെങ്കിൽ എഡ്യൂക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെ ഇറാഡിക്കേറ്റ് ചെയ്യാനൊക്കെ വേണ്ടി ശ്രമം നടത്താൻ നോക്കുന്നുണ്ടെന്ന് ഇപ്പോൾ എതിരെ കുറച്ച് ആളുകൾ, അവരാരാണെന്ന് പോലും നമുക്കറിയില്ല, അവരവിടെ അലേർട്ട് ആകുമ്പോൾ ഇനി അതിന്റെ അടുത്തടുത്ത ഘട്ടങ്ങൾ കുറച്ചും കൂടി ശ്രമകരമാവുമല്ലേ ചെയ്യാൻ? അതിനെങ്ങനെ എന്താ ചെയ്യുന്നതെന്നുള്ളത് ഇതുവരെയും പറഞ്ഞിട്ടില്ല. മോഡ് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് പറയുന്നില്ല എവിടെയും. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആവും. അറിയത്തില്ല, എനിക്ക് ലൈക്ക് എത്തിപ്പെടാൻ പറ്റുമോന്നും അറിയത്തില്ല. പോകുന്നിടത്തോളം ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. അതിന് ഒരു പ്രോപ്പറായിട്ട് സൊല്യൂഷൻ എനിക്ക് ഒറ്റയ്ക്കായിട്ട് നടക്കുമോ അതെനിക്ക് അറിയത്തില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ കോണ്ടന്റ് ചെയ്യരുതെന്ന് നമുക്ക് ആളുകളോട് പക്ഷെ പറയാനും പറ്റില്ലല്ലോ. കാരണം ഇത് കൊടുക്കുന്ന സബ്സ്ക്രിപ്ഷൻ ആണ്. അപ്പോൾ ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യും? അതിനെങ്ങനെ ചെയ്യാം? നമ്മളിപ്പോൾ ഒരു കേസ് പിടിച്ചു, നമ്മൾ അതിനെ നിയമപരമായിട്ട് ലീഡ് ചെയ്യുന്നു, അതിനെ ഒരാൾക്ക് ഇതാക്കി കൊടുക്കുന്നു. പക്ഷെ അപ്പുറത്ത് ഈ സൗകര്യങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതിനെങ്ങനെ ടാക്കിൾ ചെയ്യും? അതിനെങ്ങനെ ഡീൽ ചെയ്യും? അതിന് മൈൻഡ് സെറ്റ് അല്ലേ മാറേണ്ടത്? ഈ തുടങ്ങിയ മെറ്റയ്ക്ക് അറിയാം, ഇന്ത്യ പോലൊക്കെയുള്ള ഒരു രാജ്യത്ത് ഇത് എങ്ങനെയാണ് ഇത് കൺസ്യൂം ചെയ്യാൻ പോകുന്നതെന്ന് കറക്റ്റായിട്ട് അറിയാം. ശരിക്കും ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് ഈ അഡൽട്ട് കോണ്ടന്റ് മാത്രം ഇടാൻ വേണ്ടിയിട്ടൊന്നും അല്ല. അത് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ഇഷ്ടം പോലത്തെ ആൾക്കാരുണ്ട്. പക്ഷെ ഈ ഒരു രീതിയിൽ ടാക്കിൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആസ് എ സൊസൈറ്റി വി ഹാവ് ടു ചേഞ്ച്. ഇതിനകത്ത് നമുക്ക് ഇഷ്ടമല്ലാത്ത ലൈക്ക് ഇതായിട്ട് പോണോഗ്രഫി എന്നുള്ള രീതിയിലാണ് പോകുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ മാസ് റിപ്പോർട്ട് ചെയ്തു വെക്കാൻ നമുക്കും പൊട്ടിക്കാനുള്ള സ്ട്രെങ്ത് ഒക്കെ ഉണ്ട്. യുണൈറ്റഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ ഇതിനകത്ത് എന്താ പറയണ്ട, ഫാൻസിനെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സ്ക്ലൂസീവ് ഫോട്ടോസ് മാത്രമല്ല, ക്യാമറ ആംഗിളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ്. അത്രയും മോശമായിട്ടുള്ള രീതിയിൽ ഒരു ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴത്തേക്കും അതെങ്ങനെയാണ് സർക്കുലേറ്റ് ചെയ്യപ്പെടാൻ പോകുന്നതെന്ന് നല്ലോണം അറിയാം. ഫോളോവേഴ്സ് കൗണ്ട് അധികമുള്ള ആൾക്കാരെ, പ്രത്യേകിച്ച് മില്യൺസ് ഒക്കെ ഉള്ളവർ തന്നെ ഇത് ചെയ്യുമ്പോഴത്തേക്കും ദേ ഹാവ് ടു ആക്ട് റെസ്പോൺസിബിളി. ഇത് എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യണ്ടെന്നുള്ളത്. അത് ഞാൻ ഇങ്ങനെ സ്ത്രീകളെ അങ്ങനെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നു, അല്ലെ കൺസ്യൂമർ ആരെയും ന്യായീകരിക്കോ അല്ലെങ്കിൽ ഇന്ന കാര്യം കൊണ്ട് ഇന്നൊന്നും പറയുമല്ല. ബട്ട് വാട്ട് ദേ ആർ ഡൂയിങ് ഈസ് എക്സ്ട്രീംലി റോങ്. ഇത് കണ്ട് വഴി തെറ്റുന്നത് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ്. കുട്ടികൾ ഉൾപ്പെടെ എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ അറിയണമെന്നില്ല. ഇത് വേറെ ആരും അറിയുന്നില്ല എന്നുള്ള രീതിയിൽ ഇതുപോലെ പോയി ചെയ്യുന്നവരുണ്ട്. ഒറ്റ തവണത്തേക്കെന്നുള്ളത് പൈസയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നവരുണ്ട്. പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ലൈക്ക് ഫിനാൻഷ്യലി കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരും ചെയ്യും, തീരെ ഇല്ലാത്തവരും ചെയ്യും. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും പേടിച്ചിട്ട് എന്തെങ്കിലും അറിഞ്ഞിട്ടൊന്ന് നിർത്തുന്നത്. ഇത് അറിയുമ്പോഴത്തേക്കും സർക്കുലേറ്റ് ചെയ്യുന്നത് വളരെ വാസ്റ്റ് ആയിട്ടാണ്. പിന്നെ അവർക്കൊരു തിരിച്ചു വരവ് എന്നുള്ളത് ഇല്ലാത്ത രീതിയിൽ. ഭയമുണ്ടോ? ഇപ്പോൾ വേദലക്ഷ്മിയുടെ ഫോട്ടോസും ഓൺലൈനിൽ അവൈലബിൾ ആണ്. കുറച്ച് വൈകൃത ഉള്ള ഒരാൾ എന്ന വേദലക്ഷ്മിക്ക് എതിരായ ഇനിയുള്ള യുദ്ധം, വേദലക്ഷ്മിയുടെ ഫോട്ടോസ് മോർഫ് ചെയ്താൽ വേദലക്ഷ്മിക്കെതിരെ പ്രവർത്തിച്ചു തുടങ്ങിയാൽ, വേദലക്ഷ്മിയുടെ സ്വകാര്യ ജീവിതം, സ്വൈര്യ ജീവിതം ഒക്കെ നശിച്ചു തുടങ്ങിയാൽ വേദലക്ഷ്മി എന്താ അപ്പോൾ അടുത്ത ലെവലിൽ ഇതിനെ നേരിടുക? എൻ്റെ സ്വന്തം കാര്യം എന്നുള്ള രീതിയിൽ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എനിക്ക് ഇതുവരെ വന്നിരിക്കുന്ന മെസ്സേജസ് ഇല്ലേ, ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉള്ള മെസ്സേജ്, അതൊക്കെ നല്ല വൃത്തിക്ക് ഫോട്ടോഷോപ്പ് ചെയ്ത് ഞാൻ അയച്ച മെസ്സേജ് എന്നും പറഞ്ഞ് ഇതിന് ശേഷം, ഈ കാര്യത്തിന് ശേഷം, ഈ സബ്സ്ക്രിപ്ഷൻ്റെയും ടെലിഗ്രാമിൻ്റെയും കാര്യം കോൾ ഔട്ട് ചെയ്തപ്പോഴത്തേക്കും അതുപോലുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു നല്ലോണം ഇത് അറിയാവുന്ന വെൽ വേഴ്സ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ആരോ ആണ് ചെയ്തിരിക്കുന്നത്. മേ ബി വന്നേക്കാം, ബട്ട് ഐ ഡോണ്ട് ബോദർ. വേദലക്ഷ്മി വഴിവിട്ട രീതിയിൽ ചാറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അല്ലല്ല, വഴിവിട്ട രീതിയിൽ നിന്നല്ല. ഇങ്ങനെ എന്തോ ഒരു കാര്യം പറഞ്ഞത്, ലൈക്ക് ഞാൻ പറഞ്ഞ കാര്യം കോണ്ടന്റ് അല്ല അവർ പറയുന്നത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുവാണ് വൈ ഐ ടുക്ക് ദിസ് അപ്പ് എന്നുള്ളത്. ഞാൻ എൻ്റെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഞാനും റീൽ ചെയ്യുന്ന ഒരാളല്ലേ എന്നുള്ള രീതിയിൽ എനിക്ക് എന്താ ന്യായീകരിക്കുക എന്നുള്ളൊരു കോൺവെർസേഷൻ അവർ തന്നെ ബിൽഡപ്പ് ചെയ്തിട്ട് ഇതാക്കിയിരിക്കുക. കുറച്ച് ഇമേജ് നശിപ്പിക്കുക എന്നുള്ള രീതിയിൽ. മോശമായിട്ട് എക്സ്ട്രീം ആയിട്ടുള്ളതൊന്നും ഞാൻ അതിനകത്ത് കണ്ടിട്ടില്ല. വേറൊരാളെ കണ്ടിട്ട് ടെലിഗ്രാമിൽ അത് സർക്കുലേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടാണ് എനിക്ക് അയച്ചു തന്നെ. സോ എക്സാക്ട്ലി എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാറ്റ് പോലെ തന്നെ ഒരു പെർട്ടിക്കുലർ വേർഡ് കണ്ടപ്പോഴത്തേക്കാണ് അത് മനസ്സിലായത്. ഒരിക്കലും ഞാൻ സംസാരിച്ചതല്ല. അവർ ഇംഗ്ലീഷ് വേർഡൊക്കെ എടുത്തവർ വെച്ച് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിൽ വേദലക്ഷ്മി എന്ന പേരിനെ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും ചർച്ച ചെയ്യാൻ തുടങ്ങിയതൊക്കെ ഈ പറഞ്ഞ പോലെ ക്യൂർ കമ്മ്യൂണിറ്റിയുടെ എതിർപ്പ്, ആ പ്രശ്നങ്ങൾ, ലാലട്ടനുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, ആ ഹീറ്റപ്പ് മൊമെന്റ്സ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ പേര് ആളുകൾ വല്ലാതെ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്.
ഇപ്പോൾ ആളുകൾക്ക് ഉണ്ടായിരുന്നൊരു കൺസെപ്റ്റ് അതിപ്പോഴും മൊത്തമായിട്ട് അത് ക്ലിയർ അല്ല ആളുകൾക്ക്. അതായത് വേദലക്ഷ്മി ക്യൂർ കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ LGBTQ+ കമ്മ്യൂണിറ്റിക്ക് എതിരെ സംസാരിക്കുന്ന അല്ലെങ്കിൽ അവർ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത, വീട്ടിൽ കയറ്റാത്ത, സിറ്റ് ഔട്ടിൽ ഇരുത്തുന്ന ആൾ എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് വേദലക്ഷ്മി അതിന് എൻജോയ്മാർക്ക് എക്സ്പ്ലനേഷൻ കൊടുത്ത രീതിയിൽ വളരെ ഇൻ്റലിജൻ്റായി പ്ലേസ് ചെയ്തൊരു വാക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു സെൻറ്റൻസ് ആണത് ആക്ച്വലി. അതായത് ഞാൻ ഒരു കമ്മ്യൂണിറ്റിയെ അംഗീകരിച്ചാൽ ഞാൻ ഒരുപാട് കമ്മ്യൂണിറ്റികളെയും കൂടി അംഗീകരിക്കേണ്ടതുണ്ട്. കാരണം ഈ സ്പെക്ട്രം വളരെ വളരെ വലുതാണ്. ആൻഡ് അത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിനകത്ത് ഇപ്പം സ്വയം കാറ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആളുകളുണ്ട്, സ്വയം വൂൾഫായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആളുകളുണ്ട് LGBTQ കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ ചിലപ്പോൾ ഒരാൾക്ക് സ്വയം കാറ്റായി ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്ന ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ചിലപ്പോൾ എളുപ്പമായിരിക്കില്ല. അപ്പോൾ ചിലപ്പോൾ അയാൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയോട് ഒരു എതിർപ്പുണ്ടാവാം. ആ ഒരു കമ്മ്യൂണിറ്റിയോട് എതിർപ്പുണ്ടാകുമ്പോൾ നാച്ചുറലി ഈ കമ്മ്യൂണിറ്റിക്ക് മൊത്തമായിട്ടുള്ള എതിർപ്പായിട്ടാണല്ലോ അതിനെ വ്യാഖ്യാനിക്കപ്പെടുക. അപ്പോൾ അവിടെ വേദലക്ഷ്മി പറയുന്ന കാര്യങ്ങൾ വളരെ വളരെ വാലിഡ് ആയിരുന്നു. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ എതിർപ്പിൻ്റെ പിന്നിൽ സ്പെസിഫിക് ആയിട്ട് LGBTQ+ ഇതിലെ ആരോടെങ്കിലും ഉള്ള സ്പെസിഫിക് ആയ എതിർപ്പായിരുന്നോ, അതോ വളർന്നു വന്ന സാഹചര്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ജീവിതാനുഭവം ഇതെന്തെങ്കിലും ഇതിനെ ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ടോ? ഒന്നാമത്തെ കാര്യം, എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് ഹോമോഫോബിക് ആണെന്ന് പറഞ്ഞിട്ട് ഒരു ലേബൽ എനിക്ക് തരാൻ വേണ്ടിയിട്ട് ഉള്ളൊരു വ്യഗ്രത കണ്ടിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ കമ്മ്യൂണിറ്റിയെ ഇതാക്കിയിട്ടില്ലെങ്കിൽ, സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ഔട്ട് ചെയ്യാന്നൊരു കൾച്ചറും കൂടെ ഉണ്ട്. അതൊരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. പ്രോഗ്രസീവ് അല്ലെന്ന് മാത്രമല്ല, നമ്മൾ അങ്ങനെ ഹ്യൂമൻസ് ആയിട്ടുള്ള കൺസിഡറേഷൻ ഇല്ലാത്തവരാണ്, കംപ്ലീറ്റ്ലി മാനുഷികമായിട്ടുള്ള ഹ്യൂമാനിറ്റിക്ക് എതിരാണ്. അങ്ങനത്തെ യാതൊരു രീതിയിലും അല്ല ഞാൻ സംസാരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഷോയിൽ വന്നിട്ട് ചെയ്യുമ്പോഴത്തേക്കും ലീവ് ദോസ് 2 people ഹു വെർ ദെയർ ഇൻ ദ ഷോ, അവരെ അങ്ങ് മാറ്റി നിർത്തിയാൽ പോലും ഇത് കമ്മ്യൂണിറ്റിയിലുള്ള എത്രയോ ആൾക്കാർ ഷോയ്ക്ക് ശേഷമാണെങ്കിലും, രഞ്ജുമാൻ്റെ ഇഷ്യൂ നടക്കുമ്പോഴത്തേക്കും ഹേദി സാദി അങ്ങനെയുള്ള ആൾക്കാർ പോലും ഈ സബ് കാറ്റഗറീസ് വരുന്ന എല്ലാവരെയും കമ്മ്യൂണിറ്റിക്ക് ഉള്ളിൽ തന്നെ ഉള്ളവർക്ക് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ഡയറക്റ്റ്ലി പറയുന്നുണ്ട്. അതായത് എൻ്റെ ആശയമായിട്ട് അലൈൻ ചെയ്ത് പോകുന്നവർ മുഖത്ത് നോക്കി തന്നെ അവർ ഉള്ള കാര്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. മേ ബി അവർക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് അങ്ങനെ അത് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് ആസ് എ പേഴ്സൺ അങ്ങനത്തെ ഇത് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഷോയിലാണെങ്കിൽ കൂടി ഇവർ വന്നിട്ട് ഇൻഫ്ലുവൻസ് ആവും എന്ന് പറഞ്ഞതാണ്. ഞാൻ നോർമലൈസ് ചെയ്യാൻ പറ്റത്തില്ല, ഇത് കണ്ടിട്ട് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഇൻഫ്ലുവൻസ് ആവും. ദാറ്റ് ഡസൻറ്റ് മീൻ ഇത് കണ്ടിട്ട് ഒരാളുടെ സെക്ഷുവാലിറ്റി മാറിപ്പോകുന്നല്ല എൻ്റെ അർത്ഥം. ഈ അടുത്ത ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ ഒരു വീഡിയോയിൽ തന്നെ അവർ പറയുന്നുണ്ട്, 2 പെൺകുട്ടികൾ അവർ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. അവരുടെ ഫ്രണ്ട്ഷിപ്പ് അതൊരു ആത്മബന്ധം പോലായിട്ട് ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കും ഇത്തരം ഒരു ബന്ധത്തിലോട്ട് അവർ മാറുകയാണ്. വീട്ടുകാർ ഒത്തിരി പണിപ്പെട്ട് ഇതിലോട്ട് എത്തിയപ്പോഴത്തേക്കും അവരുടെ ആ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ ഷോ കണ്ടിട്ടായിരുന്നു. അതുപോലെ ജീവിക്കണം എന്നുള്ളത് വെച്ച് ഒരിക്കലും അവരുടെ സെക്ഷുവാലിറ്റി ഇതാണെന്ന് ഇപ്പോഴേ അസൈൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഉറപ്പാക്കാനുള്ളൊരു സമയം പോലും ആയിട്ടില്ല. അത്രയും ചെറിയ കുട്ടികളാണ്. പഠിത്തം 10th സ്റ്റാൻഡേർഡ് ആയിട്ടും പഠിത്തം ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് അവരെത്തിയിരിക്കുന്നത്. സോ ഇത് നോർമലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ആ ഒരു ഷോയിലാണെങ്കിൽ പോലും അതിൽ അവരുടെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് മൈ ഫ്യൂച്ചർ വൈഫ് എന്ന് പറഞ്ഞിട്ടാണ് മറ്റേ കുട്ടിയെ ഇതാക്കി കാണിക്കുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു ഇത്രയും ഇതുള്ളൊരു TV ചാനലിൽ അത് വരുമ്പോഴത്തേക്കും കാണുന്ന ഓഡിയൻസ് അവർ റേറ്റിംഗ് ഇട്ടാലും ഏജ് റെസ്ട്രിക്ഷൻ ഇട്ടാലും ഡു യു തിങ്ക് ആ ഒരു ഏജ് കാറ്റഗറി മാത്രമാണോ കാണുന്നതെന്ന്? ഒരിക്കലും അല്ല. TV മാത്രമല്ല, അല്ലാതെ റീലിലാണെങ്കിൽ പോലും അല്ലാതെ ഒത്തിരി കുട്ടികളിലോട്ട് തന്നെ എത്തുന്നുണ്ട്, കോണ്ടൻസ് എല്ലാം എത്തുന്നുണ്ട്. അപ്പം TV ഓഫ് ചെയ്ത് മാറ്റിയിരുത്തിയാൽ മാത്രം ഇത് പുറത്തോട്ട് വരാതിരിക്കില്ല. അതിനേതാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞത്. പിന്നെ എഡിറ്റഡ് ഷോ ആണ്, അതിനകത്തിരിക്കുമ്പോഴത്തേക്കും ഇവർ തമ്മിലുള്ള കുറേ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഉള്ളിലിരുന്ന് തന്നെ കണ്ടുകൊണ്ടിരിക്കും. ഇത് എയർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. ലൈക്ക് ഒരുമിച്ച് കുളിക്കുക ഉൾപ്പെടെ പോലത്തെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഒരിക്കലും അത് എയർ ചെയ്തിട്ടുണ്ടാകത്തില്ല. ആസ് എ മദർ എനിക്കുള്ള കൺസേൺ അത് ഞാൻ പറഞ്ഞു. അതിപ്പോൾ ഞാൻ വളർന്നു വന്ന സാഹചര്യമോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടോ അങ്ങനല്ല. ആസ് എ പേഴ്സൺ ചില കാര്യങ്ങൾ എത്ര എക്സ്റ്റെൻറ്റ് വരെ ഓക്കെ ആണ്, വേർ ഇറ്റ് ഈസ് നോട്ട് ഓക്കെ എന്ന് പറയാനുള്ള സകല സ്വാതന്ത്ര്യവും എനിക്കുണ്ട്. അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ അല്ലാതെ ഒരു പെർട്ടിക്കുലർ ഒരു റീസൺ വെച്ചിട്ടല്ല. ഒരിക്കലും ഹോമോഫോബിക് ആയിട്ടുള്ളതല്ല. എനിക്ക് എൻ്റെതായ റീസൺസ് ഉണ്ട് ആൻഡ് ഐ എം സ്റ്റാൻഡിങ് ബൈ ഇറ്റ്. ഇതിൽ പക്ഷേ ഇപ്പോൾ ഇത് ഹോമോഫോബിക് അല്ല, ഇവരെ മനുഷ്യരെ അംഗീകരിക്കുന്നു, മനുഷ്യത്വം ഉണ്ട് എനിക്ക് അവരുടെ അടുത്ത്, അല്ലെങ്കിൽ ഞാൻ അവരെ എൻ്റെ കൂട്ടുകാരെ പോലെ തന്നെയാണ് കരുതുന്നത്, അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ കണ്ട് ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ വേദലക്ഷ്മി ഇപ്പോൾ സാധാരണത്തിന് ഒരു വലിയൊരു ഫേമസ് ആയൊരു സിനിമയിലകത്ത് ഇപ്പോൾ KGF എന്നൊരു സിനിമ എടുക്കാം. അതിൽ യഷ് സിഗരറ്റ് വലിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ഒരാൾ സിഗരറ്റ് വലിക്കാൻ തീരുമാനിക്കാം, അല്ലെങ്കിൽ അയാൾക്കൊരു ഇൻസ്പിറേഷൻ തോന്നാം. ഇപ്പോൾ ബ്രൂസ് വിൽസ് സിഗരറ്റ് വലിക്കുന്നത് കണ്ടിട്ടാണ് ജിത്തു ജോസഫിന് സിഗരറ്റ് വലിക്കാൻ തോന്നിയതെന്ന് അദ്ദേഹം തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ നമുക്ക് തോന്നാം. അല്ലെങ്കിൽ ഇപ്പോൾ ആഡ് കണ്ടിട്ടാണല്ലോ നമ്മൾ പല സാധനങ്ങളും വാങ്ങിക്കുന്നത്, സോപ്പ്, ചീപ്പ്, കണ്ണാടിയൊക്കെ. അതിൽ തെറ്റില്ല. പക്ഷെ അത് നമ്മളധികവും അതിനെ നമ്മളൊരു പ്രൊഡക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇവിടെ ഉള്ളത് ജീവനുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ആ മനുഷ്യന് മറ്റൊരു മനുഷ്യൻ അതേ മൈൻഡ് സെറ്റുള്ള ഒരു മനുഷ്യനെ വേണം. അതായത് ഒരാൾ മാത്രം ഇൻഫ്ലുവൻസർ ആയ പോലെ അങ്ങനെ ഇൻഫ്ലുവൻസർ ആയിട്ട് 2 പേര് വേണം. അതത്ര എളുപ്പമല്ല. അങ്ങനത്തെ 2 ആളുകളെ നിങ്ങളൊരു ഷോ കണ്ട് ഇൻഫ്ലുവൻസ് ആക്കി 2 പേരെ ഉണ്ടാക്കാൻ. മനസ്സിലായോ? അത് അവിടെയാണ് ഈ ലോജിക്കലി ഈ കാര്യം ചേർന്നു പോകാത്തത്. അതിനെ എങ്ങനെയാ എക്സ്പ്ലെയിൻ ചെയ്യുക? പറയാം. ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ അതൊരു സെക്ഷുവാലിറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. ഇൻ കേസ് ഇത് കണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ട്രാൻസിഷൻ സ്റ്റേജ് എന്നുള്ളതെന്ന് പറയുന്നത് ടീനേജ് ആണ്, അഡോളസെൻസ്. അതെ അതെ അതെ. ആ ഒരു സമയത്ത് ഈ ഓറിയന്റേഷനൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാത്തവര് മേ ബി കൺഫ്യൂസ്ഡ് ആയിട്ട് ഇതെല്ലാം കണ്ട് ചെറിയ പ്രായത്തിലെ കാര്യമാണ് പറയുന്നത്. അഡൽട്സ് ആയി കഴിഞ്ഞിട്ടല്ല, 18 കഴിഞ്ഞിട്ടുള്ളതല്ല പറയുന്നത്, ചെറിയ കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. ദേ മൈറ്റ് ഗെറ്റ് ഇൻ ടു സച്ച് റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഗ്യാങ്ങില് വലിയൊരു വാസ്റ്റ് ഇതായിട്ട് ഗ്രൂമിങ് പോലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മെഡിക്കലി ഉള്ള ഗ്രൂമിങ് അല്ലെങ്കിൽ ഇതിലോട്ട് തന്നെ വന്ന് ചേരാനുള്ളത്, ഇതുപോലെ ഉള്ള മനസ്സ് വേറൊരാളെ കണ്ടെത്താന്നുള്ള ആ ഒരു പറഞ്ഞില്ലേ അതിനുള്ള ചാൻസസും കാര്യങ്ങളും. ഇതൊന്നും അല്ലാത്തൊരാൾ അറിയാതെ ചെന്ന് ഇതിനകത്ത് പെട്ടുപോയാലും വാട്ട് ഇഫ് ദേ കനോട്ട് കം ഔട്ട് ഓഫ് ഇറ്റ്. ഒരിക്കലും അയാളിപ്പോൾ ഇൻ കേസ് സ്ട്രെയിറ്റ് ആണെങ്കിൽ അൾട്ടിമേറ്റ്ലി ആൾ സ്ട്രെയിറ്റ് ആണ്, ബട്ട് ഇതുപോലുള്ള കുറേ എൻകൗണ്ടേഴ്സ് വെച്ചിട്ട് തിരിച്ച ആളുടെ ബോഡി അതുപോലെ ആവാൻ പറ്റാത്ത പോലും രീതിയിൽ കുറേ കാര്യങ്ങൾ മാറിപ്പോയെങ്കിൽ ഹൗ ക്യാൻ യു റെക്ടിഫൈ ദാറ്റ്? ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോഴത്തേക്കും വരുന്നത്. ഒരു ഇങ്ങനെ തന്നെ ബോൺ ആണ് അല്ലെങ്കിൽ ഇതുപോലെ തന്നെയുള്ള ഓറിയന്റേഷനിൽ എത്തിപ്പെട്ടു ഫൈനലി ആ ഒരു ഇതിൽ മനസ്സിലാക്കി അങ്ങനെ ചിന്തിക്കുക, അതിലല്ല ഞാൻ പറയുന്നത്. അല്ലാതെ ഉള്ളവരുണ്ട്, അല്ലാതുള്ളൊരു സമയമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? പ്രത്യേകിച്ച് ഫാന്റസിയുടെ പുറത്തായിരിക്കാം, ഒരാളുമായിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഒരു ആത്മബന്ധത്തിന്റെ പുറത്തായിരിക്കാം, ചിലർക്ക് കല്യാണം കഴിച്ചിട്ട് ജീവിക്കാനുള്ള ഒരു ആഗ്രഹം ഇല്ലായ്മയുള്ള അതിന്റെ പുറത്തായിരിക്കാം, ചിലർക്ക് ഒരു പെർട്ടിക്കുലർ ലൈഫ് സ്റ്റൈൽ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കാം. ലൈക്ക് അങ്ങനെ ഫാമിലി എന്ന് പറയുന്നത് ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ആ ഒരു റെസ്പോൺസിബിലിറ്റി ഒന്ന് ഏറ്റെടുക്കാൻ താല്പര്യം ഇല്ലാത്ത ഇൻഡിവിജ്വൽസ് ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റുന്ന ലൈക്ക് കമ്മ്യൂണിറ്റിയിൽ തന്നെ കുറേ പേര് മാസ്ക് വെച്ചിട്ട് ലൈക്ക് ശരിക്കുള്ള അവരുടെ ഇതിലല്ല അവർ ജീവിക്കുന്നത്, അവരുടെ ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിലല്ല അവർ ജീവിക്കുന്നത്. അങ്ങനെയുള്ള എത്രയോ പേരുണ്ട്. വഴക്കുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട്. ഇപ്പം എന്നോട് സംസാരിക്കുമ്പോഴും കൃത്യമായിട്ടുള്ള ഇടപെടലുകളിൽ ആലോചിക്കുന്ന, ഗ്യാപ്പുകൾ എടുക്കുന്ന, ചിന്തിക്കാൻ സമയം എടുക്കുന്ന ഒരു വേദലക്ഷ്മിയെ കാണാനാവുന്നുണ്ട് എനിക്ക്. അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് ഈ ഒനീലിന്റെ സംഭവത്തിൽ അങ്ങനെ ഒരു എടുത്തുചാട്ടം പറ്റിപ്പോയത്? ലൈക്ക് ആ ഒരു കാര്യത്തിൽ കംപ്ലീറ്റ്ലി മിസ്റ്റേക്ക് എൻ്റെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്ക് എന്താന്ന് പറഞ്ഞാൽ, ഞാൻ ജഡ്ജ്മെന്റൽ ആവേണ്ട ഒരു കാര്യമല്ലായിരുന്നു അത്. ഞാൻ ജഡ്ജ്മെന്റൽ ആയത് തന്നെ എൻ്റെ അടുത്ത് വന്ന് ആ കുട്ടി മസ്താനി എന്ന് പറഞ്ഞ കുട്ടി, ആ കുട്ടിക്ക് ഒരു ഇതുണ്ടായപ്പോഴത്തേക്കും ബുദ്ധിമുട്ടുണ്ടായപ്പോഴത്തേക്കും പറഞ്ഞ രീതി വെച്ചിട്ട് അതും പോയി ചോദിക്കേണ്ടെന്നും പറഞ്ഞായിരുന്നു. ബട്ട് ആസ് എ പേഴ്സൺ എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി റിയാക്ട് ചെയ്യും. എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്നെക്കാളും മുന്നേ അവരുടെ കാര്യത്തിനാണെങ്കിൽ ഞാൻ എന്തായാലും പോയി ചെയ്യും. അതേ അവിടെ സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുള്ളൂ. ആ വീഡിയോ അത് പ്ലേ ചെയ്യുന്ന ആ സമയം വരെയും അതിന് മുന്നേ ആണെങ്കിലും ലൈക്ക് എനിക്ക് ആ ഒരു വീക്കെൻഡ് എപ്പിസോഡ് ആവുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരുന്നു. ഒനിയിൽ എത്ര ദേഷ്യമാണെങ്കിലും ഇത് ചെയ്താലും അത് വെന്റ് ഔട്ട് ചെയ്താലും ഞാനത് ഏറ്റെടുക്കാൻ ബാധ്യസ്ഥയാണെന്നുള്ളത് പറഞ്ഞിരുന്നു. ഐ എം കണ്ടിന്യൂയിങ് ദാറ്റ്. പുറത്തിറങ്ങിയിട്ട് പറയാൻ പറ്റുന്നതിലും കൂടുതലായിട്ട് കുറച്ചധികം ബ്ലണ്ടേഴ്സ് തന്നെ ഇപ്പോൾ ഒനീലിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ഒനീലിൻ്റെ മദറിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ബട്ട് ഐ നെവർ റിയാക്റ്റഡ് ടു ദാറ്റ്. കാരണം അവർ ബേസ്ലെസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറയുന്നുണ്ട്, ബ്ലണ്ടർ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ടാണെങ്കിലും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, അതെല്ലാം ക്രോസ് ചെയ്ത് ഇപ്പം നിന്നു. ഇപ്പം കുറച്ച് നാളായിട്ട് കേൾക്കുന്നില്ല. ബട്ട് അന്നത്തെ ആ കാര്യത്തിന് ഞാൻ ഇപ്പോഴും പറയുന്നു, ഐ എം കംപ്ലീറ്റ്ലി ടേക്കിംഗ് അപ്പ് ദ റെസ്പോൺസിബിലിറ്റി അബൌട്ട് ദാറ്റ്. അത് ഞാൻ ജഡ്ജ്മെന്റലായത് എൻ്റെ തെറ്റാണ്. അതിലെനിക്ക് വേറൊരു കാര്യം കൂടി വളരെ രസമായിട്ട് തോന്നി. അതായത് ഒനിലിനോട് മാപ്പ് പറയുന്നുണ്ട്, അപ്പോൾ ഒനിലൊരു ഡിമാൻഡ് വെക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ജീവനോടിരിക്കുന്നവരും പിന്നെ മരിച്ചവരും ഇനി ജനിക്കാൻ പോകുന്നവരുമായ എല്ലാ പുരുഷന്മാരോടും കൂടി മാപ്പ് പറയണം. അല്ല, എല്ലാ പുരുഷന്മാരോടും ആയിരിക്കും ഒനിൽ പറഞ്ഞത്. ഞാനത് കേട്ടത് എങ്ങനെയാന്ന് പറയാം. ഇത്തരം അലിഗേഷൻസിൽ കൂടെ, ഫോൾസ് അലിഗേഷൻസിൽ കൂടെ കടന്നു പോവാൻ ചാൻസ് ഉള്ള ജനിച്ചവര് അങ്ങനെ ഞാൻ കേട്ടത് അങ്ങനെയാണ്. കൃത്യമായി കേട്ടിട്ട് തന്നെയാണോ അങ്ങനെ ഒരു മാപ്പ് കൺസ്ട്രക്ട് ചെയ്യാതിരുന്നത്? ഫോൾസ്, നോ വൺ ഹാസ് ടു ഗോ ത്രൂ ഫോൾസ് അലിഗേഷൻ. ചെയ്യാത്തൊരു തെറ്റിന് വേണ്ടിയിട്ട് ആരും ഇതാക്കാൻ പാടില്ല. സോ അത് ആ ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു ആവശ്യം ഞാൻ കേട്ടത് അങ്ങനെയാണ്. സോ ഫോൾസ് അലിഗേഷൻസ് വരുന്നതിനെ കുറിച്ച് ഐ കംപ്ലീറ്റ്ലി ടേക്ക് അപ്പ് ദ റെസ്പോൺസിബിലിറ്റി. കംപ്ലീറ്റ്ലി ഞാനത് കേട്ടിട്ട് തന്നെയാണ് യെസ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ അപ്പോളജി എന്നുള്ളത് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു കേസ് കൊടുക്കാൻ പോകുന്നുള്ളത്, അത് കേട്ടിട്ട് പേടിച്ചെന്ന്. ഒനീലിൻ്റെ അടുത്ത് ഞാൻ അന്നേ പറയുന്നുണ്ട്, കേസായിട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ വാട്ട് എവർ വേ
ദേഷ്യം തീരുന്നിടം വരെ ചെയ്തുള്ളൂ. നൗ വി ഹാവ് എ ഹൈ ബൈ റിലേഷൻ, എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഗ്രഡ്ജസ് ഞാൻ കീപ്പ് ചെയ്യുന്നില്ല, എനിക്കറിയത്തില്ല ആ സൈഡിൽ, എനിക്കറിയത്തില്ല. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ബോധ്യത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ലൈക്ക് എൻ്റെ മനസ്സിൽ തൊട്ട് തന്നെയായിരുന്നു പറഞ്ഞു. ആ ഫോൾസ് അലിഗേഷൻസ് വരാനുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ അപ്പോളജി പറഞ്ഞത്. ഇപ്പൊ നിലവിൽ ആ ഷോയിൽ നിന്ന് വന്നിട്ടേ എത്ര പേരുമായിട്ട് ഇപ്പോൾ ഒരു ആവശ്യം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു സന്തോഷമോ സങ്കടമോ ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റാവുന്ന, ഇപ്പോൾ സന്തോഷം പറഞ്ഞാൽ ഇരട്ടിക്കുന്നു, സങ്കടം പറഞ്ഞാൽ കുറയുന്നൊക്കെ ഒരു തിയറി ഉണ്ടല്ലോ, അത് വിധത്തിൽ ആ ഷോയിൽ നിന്ന് ഭാഗമായിട്ടുള്ള ആരെങ്കിലും വിളിക്കാനോ വീട്ടിലേക്ക് ക്ഷണിക്കാനോ ഒക്കെ ഉള്ള സൗകര്യമുള്ള ആളുകളുണ്ടോ? ഷോയിൽ എല്ലാവരുമായിട്ടും ഞാൻ കോൺടാക്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരുടെയും നമ്പേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു തവണ പോലും വിളിക്കാത്തവരായിട്ട് ആരുമില്ല. ഞാനിപ്പോൾ എൻ്റെ കോണ്ടംപററി ആയിട്ട് ആ സമയത്ത് ഞാൻ ആവുന്ന സമയത്ത് ഇല്ലായിരുന്നവരുമായിട്ട് പോലും കോൺടാക്ട് വെക്കുന്നുണ്ട്. ബട്ട് ഐ എം കൈൻഡ് ഓഫ് എ പ്രൈവറ്റ് പേഴ്സൺ. ഒത്തിരി അങ്ങോട്ട് എല്ലാവരും ഉണ്ട്, അവിടെ ഉണ്ട്. എത്ര ആയിട്ട് ക്ലോസ് ആണെന്നുള്ളത് ഞാനിപ്പോൾ പേരൊന്നും എടുത്ത് പറയുന്നില്ല. ജയിച്ച ആള് അങ്ങനെയുള്ളവർ, എനിക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല, ലൈക്ക് ഡിഫറൻസസ് ഒന്നുമില്ല. ഓക്കെ, ആവശ്യത്തിന് വിളിച്ചാൽ എല്ലാ സമയത്തും ഓടിയെത്തും എന്നുള്ള കൈൻഡ് ഓഫ് റിലേഷൻഷിപ്സ് കീപ്പ് ചെയ്യുന്ന ഒരുപറ്റം ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ആരുടെയും പേര് എടുത്തു പറഞ്ഞ് ആരെയും വിഷമിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ചിലർ ഡീപ്പ് ഫ്രണ്ട്സ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഷോയിൽ പോകുമ്പോഴത്തേക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഇപ്പോൾ എൻ്റെ ഒരു വേർഷൻ എനിക്കറിയാവുന്ന ഒരു ഞാനുണ്ട്, പ്രേക്ഷകർ കണ്ടിട്ടിരിക്കുന്ന ഞാനുണ്ട്. ഇതൊന്നും അല്ലാതെ കണ്ടസ്റ്റൻസ് കണ്ടിട്ടുള്ളൊരു നമ്മളുണ്ട്. ഓക്കെ, സൈക്കോളജിക്കലായിട്ട് ഒത്തിരി കാര്യങ്ങൾ റിവീൽ ചെയ്യും നമ്മളെ കുറിച്ച് തന്നെ, നമ്മൾ ഈ ഷോയിൽ നമ്മൾ പോലും അറിയാതെ. സോ ഈ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം അറിയാം. ഗ്ലാസ് പോലെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പെറൻസിയിൽ അത്രയും നന്നായിട്ട് അറിയാം. സോ വി ഹാവ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ബോണ്ട്. അതങ്ങനെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ പ്രശ്നങ്ങളെ പറ്റി പറയുന്ന സമയത്ത് ഈ ഇനി അങ്ങോട്ടേക്കുള്ള ഒരു കരിയർ ഉണ്ടല്ലോ. ഇപ്പോൾ ബിഗ് ബോസിൽ വന്ന ഒരാൾക്ക് പിന്നെ അങ്ങോട്ടേക്ക് വിസിബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ ബിഗ് ബോസിൽ വന്നാൽ കരിയർ തീർന്നു, അല്ലെങ്കിൽ ബിഗ് ബോസിൽ വന്നവർ പിന്നെ ലൈം ലൈറ്റിൽ വരാറില്ല. അങ്ങനെ ഒരുപാട് ആളുകൾ എക്സാമ്പിളുകൾ എടുത്ത് പറയാറുണ്ട്. ബിഗ് ബോസിൽ വന്നിട്ട് പിന്നെ ലൈം ലൈറ്റിൽ നിറഞ്ഞു നിൽക്കാൻ ശ്രമിച്ചിട്ട് വലിയ അബദ്ധത്തിലേക്ക് പോയിട്ടുള്ള ഒരുപാട് പേരും സമീപത്തിൽ രാഷ്ട്രീയത്തിൽ പോലും ഇറങ്ങിയിട്ട് ആ അവസ്ഥ സംഭവിച്ചവരുമുണ്ട്. അപ്പം ഇനി അങ്ങോട്ടേക്കുള്ള കരിയർ പ്ലാൻ, അങ്ങനെ ഒരു ഡെഫിനറ്റീവ് കരിയർ പ്ലാൻ ഉണ്ടോ? ഒന്ന്, ഈ ബിഗ് ബോസിൽ വന്നത് പേടിക്കേണ്ടവര് കുറച്ച് ഫേമസ് ആയിട്ട് ലൈം ലൈറ്റിലേക്ക് നിൽക്കുന്നവർക്കായിരിക്കും ഈ പേടി ഉണ്ടാവുന്നത്. എന്നെ സംബന്ധിച്ചോളം വന്ന സമയത്ത് ഒരു രീതിയിലും എന്നെ ആർക്കും അറിയത്തില്ല. ചെയ്ത 2 മൂവീസും ഷൂട്ട് കഴിഞ്ഞ് നിൽക്കുന്നതല്ലാതെ അത് റിലീസായിട്ട് പോലും ഇല്ല. ആർക്കും എന്നെ അറിയാത്തതുകൊണ്ട് ആ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇനി മുമ്പോട്ടുള്ളത് ഇത് ഒന്നുകൂടെ ചോദിച്ചേ ക്വസ്റ്റ്യൻ. എനിക്ക് ഇനി അങ്ങോട്ടേക്ക് ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ ബിഗ് ബോസ് വന്നതുകൊണ്ട് ഇല്ലാതാവും എന്നുള്ള പേടിയുണ്ടോ? ഒരിക്കലും ഇല്ല. ഈ പ്ലാറ്റ്ഫോം ഇൻസെക്യൂരിറ്റി ഇല്ല. ഈ പ്ലാറ്റ്ഫോം എന്നെ സംബന്ധിച്ചിടത്തോളം കിട്ടിയതെല്ലാം പ്ലസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കൂടുതൽ വിസിബിലിറ്റി ഓഫ് കോഴ്സ് കൂടുതൽ. അതും ആൾക്കാർ ഇപ്പോൾ ഒരു മൂവി ഒക്കെ ചെയ്തിട്ട് ആൾക്കാർ ആരാധന അല്ലെങ്കിൽ ആ ഫാൻ ബേസ് വരുന്നത് പെർട്ടിക്കുലർ ക്യാരക്ടറിനോടാ. ഇത് അങ്ങനത്തെ ഇഷ്ടമല്ല ആൾക്കാർക്കുള്ളത്. നമ്മൾ എന്താണ് റിയൽ ലൈഫിൽ അങ്ങനെ തന്നെ കണ്ട് ഏറ്റവും ഇസഡ് കാര്യങ്ങൾ പറഞ്ഞപ്പം നല്ലത് മാത്രമൊന്നല്ല, നമ്മുടെ ഗുഡ് സൈഡും ബാഡ് സൈഡും ഒക്കെ കണ്ട് അത്രയും ഇതായിട്ട് നമ്മളെ സ്നേഹിക്കുന്നത് അത് എൻ്റെ ഫോളോവേഴ്സ് കൂടുതലും ലേഡീസും കൂടെ. ആ ഒരു കൈൻഡ് ഓഫ് ബോണ്ടും കാര്യങ്ങളും ഉള്ളത് ഇറ്റ്സ് കൈൻഡ് ഓഫ് സ്പെഷ്യൽ. അപ്പോൾ ഒരിക്കലും വേറെ എന്തെങ്കിലും ഒരു കരിയർ എടുക്കാനോ നത്തിങ് ഈസ് സ്റ്റോപ്പിംഗ് അസ്. ലൈക്ക് മീഡിയ കരിയറോ മൂവിയോ അല്ലാതെ സാധാരണ ഒരു ഓഫീസ് ജോബോ എന്തെങ്കിലും ചെയ്യാനായിട്ട് അതിനൊരു ഹിൻഡ്രൻസ് ആയിട്ട് ബിഗ് ബോസ് വരുമെന്ന് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. ആ ഒരു പേടി വെച്ചിട്ട് ആരും വരാതിരിക്കേണ്ട ഒരു കാര്യമില്ല. അവിടെ ആൾക്കാരെ ഓരോ കണ്ടസ്റ്റൻസിനെയും ആ ഒരു ഷോയിൽ മാക്സിമം നെഗറ്റിവിറ്റി ഇല്ലാതെ പുറത്തുവിടാനേ അതിൻ്റെ ഷോ മേക്കേഴ്സ് ശ്രമിക്കാറുള്ളൂ. അത് തന്നെ നിങ്ങളും കണ്ടിട്ടുള്ളൂ. അല്ലാതെ ആളോട് മോശം അല്ലെങ്കിൽ വേറൊരാളോട് ഫേവറേറ്റിസം അങ്ങനത്തെ രീതിയിലുള്ള ബയസായിട്ട് നടക്കുന്ന ഒരു ഷോ അല്ല അത്. ഇപ്പോൾ ജീവിതത്തിൻ്റെ ഈ ഒരു വലിയൊരു അംശവും ചെലവാക്കേണ്ടതും അല്ലെങ്കിൽ ഒപ്പം ജീവിക്കേണ്ടതൊക്കെ മകന് കൂടി വേണ്ടിയിട്ടാണല്ലോ. അവനെ പറ്റി ആലോചിക്കുമ്പോൾ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്നത് എന്താ? ഏറ്റവും അധികം സന്തോഷം ഉണ്ടാക്കുന്നത് എന്താ? ഭയപ്പെടുത്തുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ ഈ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ ഇടപെടുന്നതും ഒക്കെ അവൻ്റെയും കൂടെ കാര്യം ആലോചിച്ചിട്ടുണ്ട്. ബിക്കോസ് ഹീസ് ലിവിങ് ഇൻ എ സൊസൈറ്റി. അവൻ്റെ കൂടെ ഉള്ളൊരു ലോകം അവൻ്റെത് മാത്രമല്ല ഇനിയുള്ള ജനറേഷന് വേണ്ടിയിട്ടാണ് ലൈക്ക് ദിസ് ഹാസ് ടു ബി എ ബെറ്റർ പ്ലേസ് എന്നുള്ളൊരു കാര്യത്തിലോട്ട് എത്തുന്നത്. സോ അങ്ങനെ ദുഃഖവും സന്തോഷവും വെച്ചിട്ട് അങ്ങനെ അവനെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു ടോപ്പിക് ഇല്ല, ആ ഒരു കാര്യമില്ല. മകനിപ്പോൾ വിവാഹത്തെ പറ്റിയിട്ടോ പ്രണയത്തെ പറ്റിയിട്ടൊക്കെ വേദലക്ഷ്മിയോട് വന്ന് സംസാരിക്കുകയാണെന്ന് വെച്ചാൽ ഭാവിയിൽ, അപ്പോൾ എങ്ങനെയാ വിവാഹത്തെയോ അല്ലെങ്കിൽ ഒരു പ്രണയത്തെയോ സമീപിക്കേണ്ടതെന്നാ പറഞ്ഞു കൊടുക്കുക?
അവന്റെ ലൈഫിൽ ഞാൻ അങ്ങനത്തെ കാര്യത്തിലോട്ട് ഇടപെടുന്നു, ഒരിക്കലും ഞാൻ അങ്ങനത്തെ കാര്യത്തിലോട്ട് ഇടപെടുന്ന കൈൻഡ് ഓഫ് ഒരു അമ്മയല്ല. ഹീസ് ഗോയിങ് ടു ലിവ് ഹിസ് ലൈഫ്. എത്ര സമയം വരെ അവനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണോ അത്രയും മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ബാക്കിയുള്ള കാര്യത്തിലോട്ട് ഡിസിഷൻ മേക്കിങ്ങിലോട്ട് ഞാൻ എന്തായാലും പോകത്തില്ല. ഐ ക്യാൻ ജസ്റ്റ് ടെൽ ഹിം വാട്ട്സ് റൈറ്റ് ആൻഡ് വാട്ട്സ് റോങ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇടപെടുന്ന ഒരു ആളായിട്ടല്ല ആസ് എ പാരൻറ്റ് ഞാൻ നിൽക്കുന്നത്. അവന് സ്വന്തമായിട്ടുള്ള വ്യക്തിത്വം, സ്വന്തമായിട്ടുള്ള ജീവിതം അങ്ങനെയായിട്ട് പോകണം എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം. എന്താണ് ഫ്യൂച്ചറിലെ കാര്യമല്ലേ, പറയാൻ പറ്റില്ല. ഇപ്പം ശോഭയുമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ അത് ഇത് ഇടയ്ക്കിടയ്ക്ക് ഓൺലൈനിൽ വരികയാണെങ്കിൽ ഇപ്പം അധികം കാണാനില്ല. ഇപ്പോൾ ശോഭ പലപ്പോഴും ആ 5ാമത്തെ സീസണിൻ്റെ ലൂപ്പിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല എന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർ ഇത് അഖിൽ മാരാറല്ല യഥാർത്ഥ വിജയ്, ഞാനാണ് യഥാർത്ഥ വിജയ് എന്നൊക്കെ പറയാറുണ്ട്. അതിന് അഖിൽ മാരാർ അപ്പം റിയാക്ഷൻ വീഡിയോസ് ചെയ്യും. അതൊരു നല്ല കാലഘട്ടമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അതെ 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 അതൊരു വല്ലാത്ത എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അവരുടെ ലോകവും അവരുടെ പ്രശ്നങ്ങളും. ഇപ്പോൾ വേദലക്ഷ്മിയുമായിട്ടും നിരന്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സ്റ്റോറികൾ ഇടുമായിരുന്നു. വേദലക്ഷ്മിയെ മനസ്സിലാക്കിയിട്ട് ഒരു വലിയ നായ പിന്നെ ഒരു ചെറിയ നായ, ആ വിധത്തിലൊക്കെ. എന്തായിരുന്നു ശരിക്കും ശോഭയുമായിട്ടുള്ള പ്രശ്നം? അത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീർക്കാൻ പറ്റുന്നതായിരുന്നോ? അതിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ്? ശോഭയ്ക്കുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും അറിയത്തില്ല. വാട്ട് വാസ് എ പ്രോബ്ലം, ഇഷ്യൂ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരാളല്ല ശോഭ. നേരത്തെ കോണ്ടസ്റ്റൻ്റ് ആണെന്നുള്ളത് അറിയാം. പിന്നെ അറിയാവുന്നത് ഇതിൽ ഷോയിൽ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആ പാർട്ട് ഓഫ് ഗെയിം ഓരോരുത്തർക്കും ഓരോ റോൾ വന്നിട്ടുണ്ട്. ഞാൻ ജനറൽ മാനേജർ, ആള് ഗസ്റ്റ്. അവിടെ വന്ന് കൈൻഡ് ഓഫ് കുറേ കാര്യങ്ങളൊക്കെ ശ്രമിച്ചിരുന്നു ചെയ്യാനായിട്ട്. പാർട്ട് ഓഫ് ദി ഗെയിം എന്നുള്ള രീതിയിൽ അതെല്ലാം ഞാൻ ഷ്രഗ് ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് ഗെയിമും കഴിഞ്ഞ് എൻ്റെ എലിമിനേഷൻ കഴിഞ്ഞ് പുറത്തെത്തി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് പിന്നെയും പുറത്തിറങ്ങിയിട്ട് ശോഭ സംസാരിക്കുന്നത്. ഇതിന് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് തന്നെ അതെന്തിനാണെന്ന് എനിക്കറിയത്തില്ല. കാരണം എൻ്റെ PR-ൻ്റെ കാര്യം, പിന്നെ ആസ് എ പേഴ്സൺ എൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയാത്ത ആൾ. ഞങ്ങളുടെ കരിയർ പാത്ത് സെയിം അല്ല, കോമൺ ഫ്രണ്ട്സ് ആയിട്ട് അങ്ങനെ ഇല്ല. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതാക്കി പറഞ്ഞുകൊണ്ടിരുന്നത്. സോ സർക്കാസ്റ്റിക്കലി ആണ് ഞാൻ പിന്നെയും അന്നൊക്കെ ഓൺലൈൻ മീഡിയാസ് പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കും. എന്താണ് പറയുന്നത് അങ്ങനെയാണ് ഞാൻ ഫൈനലി പറഞ്ഞു ഓക്കെ എൻ്റെ PR അല്ലേ കൂടെ വന്നത് ആളാണെന്നുള്ളത് പറഞ്ഞു തുടങ്ങി. സോ ഫൈനലി ഇത് ഞാൻ ഡയറക്റ്റ്ലി റിപ്ലൈ കൊടുക്കത്തില്ലായിരുന്നു. എനിക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ട്രിഗർ ആവത്തുമില്ല, ഞാനത് കൊടുക്കത്തുമില്ലായിരുന്നു. ഷീ പുട്ട് ഓൺ എ സ്റ്റോറി വേർ ഷീ സെഡ് ഇങ്ങനെ ഇത് ഇത്രയ്ക്ക് ഇതാണെങ്കിൽ 2 പെർട്ടിക്കുലർ ജോലി അവഹേളിച്ചിട്ടൊരു സ്റ്റോറി ഇട്ടു. ഓക്കെ, എൻ്റെ സ്ഥാപനത്തിൽ ഇന്ന ജോലി ചെയ്യുന്ന പോസ്റ്റ് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു. ജാനിറ്റർ ഓൺ സംതിങ് എൽസ്, ഐ ഡോണ്ട് റിമെമ്പർ. ആ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ എന്തോ ഒരു ഇതും കൂടെ പറഞ്ഞു. ആ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അത് എന്നെ പറഞ്ഞതുകൊണ്ടല്ല, ആ 2 ജോലിയെയും അതിന് കൊടുക്കേണ്ട ബഹുമാനം എന്താന്ന് ആസ് എ പേഴ്സൺ, എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മാന്യതയുണ്ട്. അത് മനസ്സിലാക്കാത്ത ഒരാളെന്ന് മാത്രമേ അത്തരം വാക്കുകൾ പറയത്തുള്ളൂ. അപ്പോൾ അത്രയും നാളും മിണ്ടാതിരുന്ന ഞാൻ ആ ഒരു സ്റ്റോറി കണ്ടപ്പോഴത്തേക്കും ഐ ഹാഡ് ടു റിയാക്ട്. അത് ഞാൻ റിയാക്ട് ചെയ്തു. ബാക്കിയെല്ലാം പോലല്ല, ഈ ഒരു കാര്യം ദിസ് ഇസ് വലിയൊരു തെറ്റാണ്, ബിഗ് മിസ്റ്റേക്ക് ആണെന്നുള്ളത് പറഞ്ഞിട്ട് ഞാൻ അപ്പോഴാണ് സ്റ്റോറി ഇടുന്നത്. അപ്പോഴാണ് ഈ വലിയ വെട്ടി ചെറിയ വെട്ടി നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. ആൻഡ് ഷീ വാസ് ഡെസ്പറേറ്റ്ലി സീക്കിംഗ് ഫോർ ദാറ്റ് എന്നുള്ള രീതിയിൽ പിന്നെ ബാക്ക് ടു ബാക്ക് സ്റ്റോറീസ് വരാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഐ തിങ്ക് ഷീ ഈസ് ഹാവിങ് സം കൈൻഡ് ഓഫ് എന്തോ കിട്ടുന്നുണ്ട് ഇതിനകത്തുനിന്ന്. ഞാൻ ഡയറക്റ്റ് മെസ്സേജ് തന്നെ ഞാൻ അയച്ചു. ഇത് ഇത്രയും നാൾ ഞാൻ വിട്ട് കളഞ്ഞിട്ടേ ഉള്ളൂ, നേരിട്ട് നമ്മൾ തമ്മിൽ അറിയത്തില്ല. റിയൽ ലൈഫിൽ ഞാൻ എന്താണെന്നോ ശോഭ എന്താണെന്നോ എനിക്കും അറിയത്തില്ല, എന്നെ ശോഭയ്ക്ക് തീരെ അറിയത്തില്ല. ഇനി എന്തെങ്കിലും ചെയ്താൽ, ഇനി അടുത്തൊരു സ്റ്റെപ്പ് കൂടെ ശോഭ വെച്ചാൽ 10 ഇരട്ടിയിൽ എൻ്റെ കയ്യിൽ നിന്നുള്ളത് ഉണ്ടാവും എന്നുള്ളത് ഞാൻ അഷ്യൂർ ചെയ്യുവാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അൾട്ടിമേറ്റമായിട്ട് മെസ്സേജ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ശോഭ സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാര്യങ്ങളും വളരെ നെയ്വായിട്ടുള്ളൊരു കാര്യമാണ്. ഞാനത് കാണിക്കാം, ബട്ട് എനിക്കത് ഷോയിലായിട്ട് പറയണമെന്നില്ല. റിപ്ലൈ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ചിരിച്ചു. വലിയൊരു പാരഗ്രാഫ് ഞാൻ ഒറ്റൊരു വേർഡേ വന്നുള്ളൂ. വളരെ സില്ലിയാണ്, അത്രേ പറയുന്നുള്ളൂ. വളരെ സില്ലിയാണ്. അങ്ങനെ വെച്ചിട്ട് അത് വളരെ നിസ്സാരമാണ്. ഇല്ല, വെറുതെ അതെന്തിനാ ട്രോൾ മെറ്റീരിയൽ അങ്ങനെ ആക്കാൻ താല്പര്യപ്പെടുന്നില്ല ഞാൻ. എനിക്കിപ്പോഴും അറിയത്തില്ല, നേരിട്ട് പരിചയം ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളോടൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് അൾട്ടിമേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആൾ സ്റ്റോപ്പ് ചെയ്തു. താങ്ക് ഗോഡ്, അത് നിന്നു, തീർന്നു. എൻ്റെ മേലുള്ളത് തീർന്നു. അത്രയും ബാലിശായിട്ടുള്ള ഒരു കാരണമാണ്. കേട്ടാൽ ചിരി വരുന്ന കാര്യമാണ്. കട്ട് ചെയ്തു, എൻ്റെ പുറത്ത് പറയണ്ട. കാണിച്ചു തരാം, ഞാൻ മെസ്സേജ് കാണിച്ചു തരാം. എനിക്കത് ഓഫ് ക്യാമറ സമാധാനിക്കണമെന്നുണ്ട്. ഇപ്പോൾ ആളുകൾക്ക് ഈ
വീഡിയോസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ വിധത്തിലൊരു ഗ്യാതറിങ്ങും ആ വിധത്തിലൊരു കമ്മ്യൂണിറ്റിയും ബിൽഡാക്കാൻ പറ്റുന്നുണ്ടോ ലക്ഷ്മിക്ക്? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പുറത്തും ഇന്ത്യയിലൊക്കെ തന്നെ അങ്ങനെ സ്കാമുകളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ യഥാർത്ഥ സത്യം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന യൂട്യൂബേഴ്സിനൊക്കെ വലിയ രീതിയിലുള്ള ഫോളോയിങ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഇതിന് മുമ്പത്തെ സെൻട്രൽ ഇലക്ഷൻ വരെ അങ്ങനെ സ്വാധീനിച്ചൊരു പ്രധാനപ്പെട്ട യൂട്യൂബർ ഉണ്ട്. അപ്പം ആ വിധത്തിൽ ഒരു കംപ്ലീറ്റ്ലി ഒരു ആളുകളെ ഡയറക്റ്റായി ടച്ച് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ ആവുക, അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ ഇനി അങ്ങോട്ടേക്ക്? കമ്മ്യൂണിറ്റി അങ്ങനെ നല്ല കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഐ തിങ്ക് ഇപ്പൊ ഉള്ള ആൾക്കാർ പോലും അങ്ങനെ അതുമായിട്ട് സപ്പോർട്ട് ചെയ്ത് അലൈൻ ചെയ്ത് പോകുന്നവരാണ് നിലവിലുള്ള ഫോളോവേഴ്സ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഓർഗാനിക്കലി ഉണ്ടായി വന്നൊരു ഗ്രൂപ്പുമാണ്. അത് മുന്നോട്ടാണെങ്കിലും അത് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ സന്തോഷം. കാരണം ഇതുപോലുള്ള കാര്യങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ഷെയർ ചെയ്യും. കാരണം റിലവൻ്റ് ആയിട്ടുള്ള സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ മെയിൻ സ്ട്രീം മീഡിയാസിലൊന്നും വരാത്ത കാര്യങ്ങൾ, ബട്ട് ദാറ്റ് നീഡ്സ് ഇമ്മീഡിയറ്റ് അറ്റൻഷൻ ഓൾസോ. അറ്റൻഷൻ മാത്രമല്ല, ആക്ഷൻസും വേണ്ട ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാട് നടക്കുന്നുണ്ട്. അതിപ്പോൾ എന്തെങ്കിലും പൊളിറ്റിക്കൽ വാറിനകത്തൊക്കെ പെട്ടിട്ട് അങ്ങനെ മുങ്ങിപ്പോകേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ഇലക്ഷനോ ആ ഒരു സമയത്ത് മാത്രം മുങ്ങി വരേണ്ട കാര്യങ്ങളോ അല്ല. നമ്മുടെയൊക്കെ ഡേ ടു ഡേ ലൈഫിൽ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്ന ടൈപ്പ് കാര്യങ്ങളാണ്. സോ ഓഫ് കോഴ്സ് ആ ഒരു ബിൽഡിംഗ് അതായത് എൻ്റെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടല്ല, എൻ്റെ ഗ്രോത്ത് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ പുറത്തോട്ട് വരാനുള്ള ഒരു വോയിസ് ആയിട്ട് നിലകൊള്ളാൻ പറ്റുവാണെങ്കിൽ ഐ ഡെഫിനറ്റ്ലി ഗോ ഹെഡ് വിത്ത് ദാറ്റ്. അപ്പം ഇനി നമ്മൾ വേദലക്ഷ്മി ഇതല്ലാതെ ഈ പറഞ്ഞ പോലെ ഒരു വിസിൽ ബ്ലോവർ അല്ലെങ്കിൽ ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ആളെന്നതിൻ്റെ അപ്പുറത്ത് അതല്ലാതെ നമ്മൾ വേദലക്ഷ്മി ഏതൊക്കെ റോളുകളിലായിരിക്കും കാണുക? അഭിനേത്രിയായിട്ട് കാണുമോ, മോഡലായിട്ട് കാണുമോ, അതോ ഇനിയിപ്പോൾ റിയാലിറ്റി ഷോൻ്റെ ഹോസ്റ്റായിട്ട് കാണുമോ? എന്തായിരിക്കും ഇനി അത്? നമ്മൾ ഒരു തവണ ജീവിക്കത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ, എനിക്ക് എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കണം അങ്ങനത്തെ. അപ്പോൾ മീഡിയ എന്നുള്ള രീതിയിൽ ആ ഒരു കരിയറിന് വേണ്ടിയിട്ടാണ് ബേസിക്കലി വന്നത് തന്നെ. അതിൽ തന്നെ പെർസ്യൂ ചെയ്യാൻ തന്നെയാണ് ആഗ്രഹം. അങ്ങനെ ഒത്തിരി ആക്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഉള്ള ആളല്ല. സോ അത് ചെയ്ത് ഇതാവണമെന്നുണ്ട്, ബെറ്റർ ആവണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. വരുന്നത് പോലെ ചെയ്യാമെന്നുള്ളത് വെച്ചിട്ട് വെയിറ്റ് ചെയ്യുന്നു. എന്തായാലും ഇനിയുള്ള അങ്ങോട്ടേക്കുള്ള യാത്രയ്ക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകളും. അത് വലിയ ശ്രമകരമായിട്ടുള്ള വലിയ ധൈര്യം ആവശ്യപ്പെടുന്ന വലിയ ഉത്തരവാദിത്തം ഡിമാൻഡ് ചെയ്യപ്പെടുന്ന കാര്യമാണ്. അത് സത്യത്തിലേക്ക് എത്തട്ടെ, വിജയത്തിലേക്ക് എത്തട്ടെ. അനീതിയും അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥയൊക്കെ അവസാനിപ്പിക്കാൻ വേദലക്ഷ്മി ഒരു നിമിത്തമാവുകയാണെങ്കിൽ അത് വലിയ കാര്യമാണ്. അങ്ങനെ സംഭവിക്കട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. നല്ല നമസ്കാരം. താങ്ക് യു. നമസ്കാരം.